എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Nine of Pentacles, King of Pentacles, Six of Pentacles, Empress energy, the World card, and the Seven of Cups. So, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 9 Pentacles ആണ്. 9 of Pentacles, King of Pentacles. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം വളരെയധികം സാധ്യതകളുള്ള സമയം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും, പ്രത്യേകിച്ച് അർത്ഥം, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം സാധ്യതകളുള്ള ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന സമയമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും തീരെ പ്രതീക്ഷിക്കാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യണമെന്ന് തന്നെ ഇല്ല. നിങ്ങളെ തേടി സാമ്പത്തികം നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതിന്റെ ഒരു സന്തോഷവും ആ ഒരു നല്ലൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫില് പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് വരാൻ ഒരു സാധ്യത നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും ജീവിതത്തിൽ പല കാര്യങ്ങളിലും എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവുകയും കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതല്ല, ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. രാജയോഗം നിങ്ങളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു യോഗം യോഗ്യമാകുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ പ്രത്യേകിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകാനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥ ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. പല രീതിയിലും ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളിലും എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് അതേപടി വിചാരിച്ച രീതിയിൽ, വിചാരിച്ച സമയത്ത്, വിചാരിച്ച പോലെ ചെയ്തു തീർക്കാൻ പറ്റുന്നതിന്റെ ഒരു സംതൃപ്തി കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ കുറച്ച് നാളുകളായിട്ട് എന്തെങ്കിലും വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. ഈ മാസം അതൊക്കെ റെഡിയാവുന്നുണ്ട്. പുതിയ വാഹനം ബുക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ആഗ്രഹിച്ച അതേ വാഹനം തന്നെ വാങ്ങിക്കാൻ ബുക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്നതോ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നതോ പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ ജീവിതത്തില് സാമ്പത്തികമായിട്ട് ഒത്തിരി സാധ്യതകൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും കടം കൊടുത്തതായിരിക്കാം. കിട്ടാക്കടം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എഴുതിത്തള്ളിയ ഒരു കടമായിരിക്കാം. അവരുടെ സാഹചര്യം കൊണ്ടോ എന്തുകൊണ്ടോ തിരിച്ചു കിട്ടാത്തൊരു കടമായിരിക്കാം. വളരെ അപ്രതീക്ഷിതമായിട്ട് ആ പൈസ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളിലേക്ക് കിട്ടാനുള്ളത് നിങ്ങളെ തേടി പിടിച്ച് കൊണ്ടുതരുന്ന ഒരു സാഹചര്യം. അതുപോലെ തീരെ പ്രതീക്ഷിക്കാത്തയിടത്ത് നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. കാര്യങ്ങളില് അതായത് പ്രത്യേകിച്ച് കുടുംബ വീട്, അതായത് നിങ്ങളായിട്ടുണ്ടാക്കിയതല്ല, നിങ്ങളുടെ കുടുംബ വീട് ഉണ്ടാവും, തറവാട് വീട്, അതുപോലുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് ഭാഗം വെച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാം. അല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ തറവാട് വീട് മോടി പിടിപ്പിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബക്ഷേത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവക പള്ളി അതുപോലെയുള്ള നിങ്ങൾ ജനിച്ചു വളർന്നതുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില ചടങ്ങുകൾ, കർമ്മങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുക, അതിൽ ഇൻവോൾവ് ആവുന്നതൊക്കെയുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്നവരൊക്കെ വിദേശവാസം ഒഴിവാക്കി നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നതെന്ന് പറയാം.
അതുപോലെ തന്നെ 6 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ് എംപ്രസ് എനർജി. ഇത് സൂചിപ്പിക്കുന്നത് ലൈഫിലെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾ ബോധേഡ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി മനസ്സിൽ വെക്കുന്നതോ അല്ലെങ്കിൽ അനാവശ്യ ടെൻഷൻസ് ഒക്കെ അനുഭവിക്കുന്നവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി, അതായത് വേണ്ടാത്തൊരു കാര്യം ശ്രദ്ധിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതെ ഒന്നിലും താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത്, അതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം. ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിവാഹം നടത്തി കൊടുക്കുക, അങ്ങനെയുള്ള അതായത് കുറച്ച് നല്ല രീതിയിലുള്ള ഒരു സഹായം തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ, നിങ്ങളായിട്ട് ഒറ്റയ്ക്കല്ലെങ്കിലും അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനും മറ്റുമൊക്കെയുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പല വഴിയിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായമാണെങ്കിലും മറ്റു തരത്തിലുള്ള വസ്ത്രങ്ങളോ അതേപോലെ കളിപ്പാട്ടങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട്. പല വഴിക്ക് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഫണ്ടിങ്, എന്തെങ്കിലും ഒരാളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് റൈസിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ സമ്പത്ത് സ്വരൂപിച്ചുകൊണ്ട് മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അതേപോലെ ഒത്തിരി പേര് കേട്ട ഇതിലല്ലെങ്കിൽ ഫെയിം ഉണ്ടാകുന്ന, അതായത് മറ്റുള്ളവരാൽ നാലാള് കേട്ടാൽ അറിയുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ കലാപരമായിട്ടുള്ള രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഇനി കലാപരമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വളരെയധികം സാധ്യതകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, അതായത് മറ്റുള്ളവരുടെ കീഴിൽ നിന്നതിൽ നിന്ന് മാറി സ്വന്തമായിട്ടും ഒത്തിരി മുകളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചില ഒരു സന്ദർഭം പറയുകയാണെങ്കിൽ ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ നിർമ്മിക്കുക, ഒരു ഡയറക്ടർ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഏതൊരു പൊസിഷനാണെങ്കിലും പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള മേഖലയിലുള്ളവർക്ക് വളരെയധികം സാധ്യതകളുള്ള ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പേര് കേൾപ്പിക്കാനുള്ള ഒരു അവസരം എന്ന് സൂചിപ്പിക്കാം. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് ചിന്തിക്കുക. കാരണം ഇവിടെ മറ്റു പലരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങൾ ഇന്നൊരു കോഴ്സിനോ കാര്യത്തിനോ പോകുമ്പോൾ, കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന്, മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്ന് മറ്റുള്ളവരുടെ ആ ഒരു സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ഇവിടെ നാട്ടുകാരെന്ത് പറയും അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിൽ നിന്നും മാറി നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് പോകാൻ സാധ്യമാകുന്ന ഒരു അവസരം വരുന്നുണ്ട്. എല്ലാവരും അതിന് നിങ്ങളോട് സഹകരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല. പക്ഷെ നിങ്ങളുടെ പാതയിൽ മുന്നോട്ട് പോവുക. എല്ലാവരും പോകുന്ന വഴിയല്ല നിങ്ങളുടെ വഴി എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ പഠിച്ച കോഴ്സിൽ നിന്ന് ചിലപ്പോൾ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടി ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടാവാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് പഠിച്ച് ആ വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആവാം. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ ഒക്കെ വിദേശത്തേക്ക് പോയിട്ട് വിദേശത്ത് താമസിക്കുന്നതിനുള്ള ഒരു അവസരം വരുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അവസരം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിനോദയാത്രകൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള അവസരം ചില ആളുകളിലുണ്ട്. അപ്പോൾ ഇത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഒരേ നക്ഷത്രത്തിലുള്ള ഒരാൾ ചിലപ്പോൾ ദരിദ്രനും ഒരാൾ വളരെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതുമായിരിക്കാം. നക്ഷത്രം ഒന്നുകൊണ്ട് മാത്രം അല്ല മാറ്റങ്ങൾ വരുന്നത്, പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവരുടെയും ഓരോരുത്തരുടെയും എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിലുണ്ടാവാം.
അപ്പോൾ അത് മനസ്സിലാക്കുക, നിങ്ങളുടെ ജാതക പ്രകാരമുള്ള വ്യത്യാസങ്ങൾ. അല്ലാത്ത പക്ഷം വളരെയധികം നിങ്ങൾ ഏത് നിലയിലാണോ ഇപ്പോൾ ഉള്ളത് അതിൽ നിന്നുള്ള ഒരു ഉയർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.